BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയലോക്ക്, കോലാനി, തൊടുപുഴ. The Log Studio, Jesus Tower, മുതലക്കോടം. ഫോൺ 9947973577. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ. ഗോൾഡ്, ഡയമണ്ട്, ജെംസ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862222916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്, നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, ഷക്കീന കോംപ്ലക്സ്, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ MLA എന്ന നിലയിൽ താനും ബാധ്യസ്ഥനാണെന്ന് ഇടുക്കി MLA റോയി കെ പൗലോസ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ വണ്ണപ്പുറം യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഇതോടൊപ്പം നവാഗതർക്ക് സ്വീകരണവും നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ജെ സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന കലാസാഹിത്യ സാംസ്കാരികോത്സവം 2026 സമാപിച്ചു. സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കുളമാവ് IHEP ഗവൺമെന്റ് LP സ്കൂളിൽ സ്കൂൾ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. സമസ്ത കേരള ജമുഅത്തുൽ ഉലമയുടെ സെന്റിനറി കോൺഫറൻസിന്റെ ഭാഗമായി നടക്കുന്ന കോതമംഗലം സോൺ പ്രമേയ സമ്മേളനം സമാപിച്ചു. ഇസ്മയിൽ സഖാഫി നെല്ലിക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ MLA എന്ന നിലയിൽ താനും ബാധ്യസ്ഥനാണെന്ന് ഇടുക്കി MLA റോയി കെ പൗലോസ്. ഇതുമായി ബന്ധപ്പെട്ട് 15-ാം തീയതി ആരോഗ്യവകുപ്പ് മന്ത്രി ഇടുക്കി മെഡിക്കൽ കോളേജ് സന്ദർശിക്കുമെന്നും MLA പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്ക് ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2012 അനുമതി കിട്ടി 2013 പ്രവർത്തനം ആരംഭിച്ച ഒരു മെഡിക്കൽ കോളേജാണ് നമ്മുടേത്. ഇപ്പോഴും പക്ഷേ അതിൻ്റെ ഒരു ബാലാരിഷ്ടതകൾ നമ്മുടെ മെഡിക്കൽ കോളേജിന് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾ സ്ഥിരമായിട്ട് പ്രിൻസിപ്പളില്ല, ഇൻചാർജാണ്. സൂപ്രണ്ടില്ല, ഇൻചാർജാണ്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ HODമാരില്ല. 5 HODമാർ ഇപ്പോൾ ഇല്ല. 7 പേര് വരേണ്ടതിൽ 2 ഉള്ളൂ. പിന്നെ മറ്റ് ഡോക്ടേഴ്സിൻ്റെ വളരെ കുറവുണ്ട്. പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ കുറവുണ്ട്. അങ്ങനെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരുപാട് കുറവുകൾ. മറ്റ് സൗകര്യങ്ങൾ കുറവുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ കുറവുണ്ട്. ICU ആണെങ്കിലും മെഡിക്കൽ ICU മാത്രമേ ഉള്ളൂ.
ബാക്കിയുള്ള ഒരു ICU നിലവിലില്ല. ഒരു ഓർത്തോയുടെ ICU ഇല്ല, കാർഡിയോയുടെ ICU ഇല്ല, അതുപോലെ ഓങ്കോളജിയുമായി ബന്ധപ്പെട്ട ICU ഇല്ല, ന്യൂറോയുടെ ഇല്ല, പീഡിയാട്രിക്കിൻ്റെ ഇല്ല. അങ്ങനെ ഒരു ICU വേണ്ട കാര്യങ്ങളിൽ ആകെ മെഡിക്കൽ ICU മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരല്പം പരിക്ക് പറ്റുന്ന ഒരാളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ഒരു ICU ഉണ്ടെങ്കിലേ പലർക്കും അവിടെ നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ICU ഇല്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. കുറേ പണികളെല്ലാം നടന്നു വരുന്നുണ്ട്, പക്ഷേ വലിയ ഡിലേ ആണ് അതിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ ഞാനൊരു കാര്യം പരിശോധിച്ചു. 2023 ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും കിട്ടിയ 16 കോടിയുടെ വർക്ക് ഇപ്പോഴും തുടങ്ങാൻ പറ്റിയിട്ടില്ല. 3 വർഷം മുമ്പ് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും കിട്ടിയിട്ട് 3 വർഷം കഴിഞ്ഞു. 16 കോടി രൂപയുടെ വർക്കാണ്, തുടങ്ങാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ വലിയൊരു ഗുരുതരമായ അനാസ്ഥ ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അവിടെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ള ഏജൻസിയുടെ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദിവസവും മാധ്യമങ്ങളിൽ വാർത്ത, ഒരു ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് അങ്ങോട്ടൊരു വാഹനം കടന്നു ചെല്ലാൻ വഴിയില്ല. ഓക്സിജൻ പ്ലാന്റ് ലക്ഷങ്ങളും കോടികളും മുടക്കി നിർമ്മിച്ചിരിക്കുന്ന ഓക്സിജൻ പ്ലാന്റാണ്. നമ്മുടെ ഇതിൻ്റെ കാലത്ത് കോവിഡിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്. പക്ഷേ അങ്ങോട്ട് കടന്നു പോകാനൊരു വഴിയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഈ കാര്യങ്ങൾ ഒരാരും ശ്രദ്ധിക്കാനില്ലാത്തൊരവസ്ഥയിൽ കടന്ന മട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ കാണുകയാണ്. ഞാൻ ഈ വിഷയങ്ങളെല്ലാം ഈ കഴിഞ്ഞ അസംബ്ലി അവസാനിച്ച 1-ാം തീയതി, ഈ ജൂലൈ 1-ാം തീയതി ഞാൻ അസംബ്ലിയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. 15-ാം തീയതി മിക്കവാറും ഇതുമായി ബന്ധപ്പെട്ടൊരു ഉന്നതതല മീറ്റിംഗ് അദ്ദേഹം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം എന്തായാലും ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കിയിരിക്കും. ഇങ്ങനൊരു മെഡിക്കൽ കോളേജ് കൊണ്ട് നമുക്ക് ആർക്കും പ്രയോജനമില്ല. അതുകൊണ്ട് ഈ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഞാനും ബാധ്യസ്ഥനാണ്. നിങ്ങളുടെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് അതെന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിൻ്റെ അകത്ത് സ്ഥിരമായൊരു ഫോളോ അപ്പ് നടത്തി ഇന്ന് നിലവിലുള്ള ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനും അവിടേക്ക് എത്തുന്ന ഒരു രോഗിക്ക് ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന സംഗതികൾ എന്തൊക്കെ വേണോ അത് ഉണ്ടാകുക എന്നുള്ള നിലയിലേക്ക് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അത് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ വണ്ണപ്പുറം യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഇതോടൊപ്പം നവാഗതർക്ക് സ്വീകരണവും നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ജെ സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വണ്ണപ്പുറം യൂണിറ്റ് കൺവെൻഷൻ വണ്ണപ്പുറം യൂണിറ്റ് പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം KSSPU ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ജെ സുജാത നിർവഹിച്ചു. എല്ലാ അർത്ഥത്തിലും ഒരുമയും ആ ഒരുമയുടെ ശക്തിയുടെ ഭാഗമായിരിക്കാം, സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ സംഘടന ഈ രാജ്യത്തെ തന്നെ ഈ മേഖലയിലെ ഏറ്റവും ശക്തമായ സംഘടനയായി തീർന്നതെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അറിയാം, നമ്മുടെ സംഘടനയുടെ 34-ാം പിറന്നാൾ കഴിഞ്ഞുള്ളൂ അല്ലേ. കോഴിക്കോട് വെച്ച് 34-ാം സംസ്ഥാന സമ്മേളനം നടന്നു. അവിടെ വന്ന ചർച്ചകളുടെ ഒരു ക്രോഡീകരണത്തിൻ്റെ ഭാഗമായിട്ട് 10 പ്രമേയങ്ങൾ ഉണ്ട്. ആ പ്രമേയങ്ങൾ നമ്മൾ അവതരിപ്പിക്കേണ്ടത് ആദ്യം ജില്ലാ കൺവെൻഷനിൽ അവതരിപ്പിക്കും. പക്ഷേ പിന്നീട് വരുന്നത് എല്ലാം അടിസ്ഥാന ഘടകമായ യൂണിറ്റിലാണ്. ഒരു സന്തോഷമുള്ളത് നമ്മളുടെ അംഗങ്ങൾക്കെല്ലാം സ്വതന്ത്രമായി പങ്കെടുക്കാവുന്ന അടിസ്ഥാന ഘടകം യൂണിറ്റാണ്. ഇതോടൊപ്പം നവാഗതർക്ക് സ്വീകരണവും നൽകി. യൂണിറ്റ് പ്രസിഡന്റ് MB ശശി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. OM പൗലോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. TC ജോർജ് സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗം TM സുബേർ സമ്മേളന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ PB പ്രഭാകരൻ നവാഗതരെ സ്വീകരിച്ചു. ബ്ലോക്ക് ട്രഷറർ TK ശിവപ്രസാദ്, ജില്ലാ കൗൺസിൽ അംഗം MJ ലില്ലി, യൂണിറ്റ് രക്ഷാധികാരി KR പ്രഭാകരൻ നായർ, യൂണിറ്റ് ട്രഷറർ ജെയ്സ് ആൻഡോ എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന കലാസാഹിത്യ സാംസ്കാരികോത്സവം 2026 സമാപിച്ചു. സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K യൂസഫ് പലാരിമംഗലം അധ്യക്ഷത വഹിച്ചു. സിനിമ ടെലിവിഷൻ താരം ബിനു അടിമാലി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി ബഷീർ സാഹിത്യ ചർച്ച, സാംസ്കാരിക സമ്മേളനം, പുരസ്കാര സമർപ്പണം, ഗാനമേള എന്നിവ നടന്നു. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ അടിപാട് ടി&എം ഓഡിറ്റോറിയത്തിൽ 3 ദിവസമായി നടന്നുവന്ന കലാസാഹിത്യ സാംസ്കാരികോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു.
വായനശാല പ്രസിഡന്റ് കെ എ യൂസുഫ് പല്ലാരിമംഗലം അധ്യക്ഷത വഹിച്ചു. സിനിമാ സീരിയൽ താരം ബിനു അടിമാലി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ റൈച്ചൽ കെ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോമി തെക്കേക്കര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് കുഞ്ഞിമോൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മനോജ് നാരായണൻ, KL44 സർഗവേദി പ്രസിഡന്റ് അഷ്റഫ് ബാവ, ലൈബ്രറി സെക്രട്ടറി സിറാജ് പഴിയിടത്ത്, ജോയിന്റ് സെക്രട്ടറി AMA റഷീദ്, ട്രഷറർ VG മധു തുടങ്ങിയവർ സംസാരിച്ചു. പുളിന്താനം ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബഷീർ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നാടകം ശ്രദ്ധേയമായി. ബഷീർ സാഹിത്യ ചർച്ച, സാംസ്കാരിക സമ്മേളനം, പുരസ്കാര സമർപ്പണം, ഗാനമേള എന്നിവ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ പ്രഗത്ഭരായവരെ ആദരിച്ചു. സിനിമാ സംവിധായകൻ ജയൻ ആനിക്കാട്, ബാലതാരം മാസ്റ്റർ നിരഞ്ജൻ കൃഷ്ണ, സ്റ്റാർ ബീറ്റ്സ് മൂവാറ്റുപുഴ ഡയറക്ടർ TA കൃഷ്ണൻകുട്ടി, ഡോക്ടർ അനാർക്കലി ഉണ്ണി, കവി അക്ബർ, നോവലിസ്റ്റും ക്രിയ പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്ററുമായ സിജു പുന്നേക്കാട്, നോവലിസ്റ്റ് ഷെരീഫ് കാവലാട്, നൃത്ത നാടക നടൻ അജീഷ് തായിക്കാട്, കവികളായ നിഷ രാജു, ഉഷ ബേബി, ജ്വാലാമുഖി എന്നിവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. AEO PN സജിമോൻ, ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അജ്മിഷ മൈദീൻ, ഡോക്ടർ ഐഷ M അബൂബക്കർ, അബാക്കസ് പരിശീലക ആഷ്മി അഷ്റഫ്, സിനിമാ സീരിയൽ താരം ബിനു അടിമാലി, അബാക്കസ് രംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 3 ദിവസങ്ങളിലായി പ്രമുഖ പ്രസാധകർ പങ്കെടുത്ത പുസ്തകോത്സവം, ചിത്ര പ്രദർശനം, MBITS എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയ ശാസ്ത്ര പ്രദർശനം, മൺകല കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രദർശനം, വ്യാപാരമേള, അനുമോദനം, വിവിധ മേഖലകളിലുള്ളവരെ ആദരിക്കൽ ചടങ്ങ്, ബഷീർ അനുസ്മരണ പ്രഭാഷണം, പൊതുസമ്മേളനം, പുസ്തക പ്രകാശനം, വികസന സദസ്സ്, ഇഷൽ നൈറ്റ്, അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് നടത്തിയ സൗജന്യ നേത്ര പരിശോധന, തൈറോയിഡ് പരിശോധന, ജീവിതശൈലി രോഗങ്ങൾ ക്യാമ്പുകൾ, ആരോഗ്യ സംരക്ഷണ സെമിനാർ, കവിയരങ്ങ്, കരാട്ടെ, യോഗ പ്രദർശനം, കലാപരിപാടികൾ, ബഷീർ സാഹിത്യ ചർച്ച, ബഷീർ കഥാപാത്രങ്ങൾ അഭിനേതാക്കളായി വരുന്ന കുട്ടികളുടെ നാടകം, പുരസ്കാര സമർപ്പണ ചടങ്ങ്, മൂവാറ്റുപുഴ സ്റ്റാർ ബീറ്റ്സിന്റെ ഗാനമേള തുടങ്ങിയവ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ആലക്കോട് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MD സാബു പതാക ഉയർത്തി. ജില്ലാ ട്രഷറർ T ചെല്ലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MD സാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം VK മാണി പൂക്കൾ നൽകി നവാഗതരെ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലക്കോട് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MD സാബു പതാക ഉയർത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. കലയന്താനി സെന്റ് ജോർജ് പള്ളി മിനി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യോഗം നടത്തിയത്. സംഘടന ഇടുക്കി ജില്ലാ ട്രഷറർ T ചെല്ലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി N സജിമോൻ സ്വാഗതം ആശംസിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MD സാബു അധ്യക്ഷ പ്രസംഗം നടത്തി. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി വേണുഗോപാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂണിറ്റ് ട്രഷറർ ബാബു പീറ്റർ നവാഗതരെ പരിചയപ്പെടുത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം VK മാണി പൂക്കൾ നൽകി നവാഗതരെ സ്വീകരിച്ചു. ഉടുമ്പന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് TK വിജയൻ സംസ്ഥാന സമ്മേളന നടപടിക്രമങ്ങൾ അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം VK മാണി മുഖ്യ പ്രഭാഷണം നടത്തി. ഇളന്തേശം ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി PP സജീവ്, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി PE അസീസ്, സാംസ്കാരിക വേദി കൺവീനർ ശശിധരൻ ER എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ നളിനി എഴുതിയ സ്വന്തം കവിത ആലപിച്ചു. യൂണിറ്റ് കമ്മിറ്റി അംഗം ഡെയ്സി M ഡാനിയൽ നന്ദി രേഖപ്പെടുത്തി. നിരവധി വ്യക്തികളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. കുളമാവ് IHEP ഗവൺമെന്റ് LP സ്കൂളിൽ സ്കൂൾ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. വാർഡ് മെമ്പർ സ്മിത അനീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുളമാവ് CPO CJ പ്രീതി സമിതി രൂപീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. JHI ഗൗരീനന്ദ സതീഷ് ആരോഗ്യവകുപ്പിന്റെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. കുളമാവ് IHEP ഗവൺമെന്റ് LP സ്കൂളിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. വാർഡ് മെമ്പർ സ്മിത അനീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുളമാവ് CPO CJ പ്രീതി സമിതി രൂപീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. വാർഡ് മെമ്പർ സ്മിത അനീഷ് ജാഗ്രതാ സമിതി രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളോട് വിശദീകരിച്ചു. JHI ഗൗരീനന്ദന സതീഷ് ആരോഗ്യവകുപ്പിന്റെ എല്ലാ പിന്തുണയും ജാഗ്രതാ സമിതിക്ക് വാഗ്ദാനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് MS അനീഷ് കുമാർ സ്കൂൾ സുരക്ഷ കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി. സ്കൂൾ HM ലീന മാത്യു, MPTA പ്രസിഡന്റ് ലേഖ PK, PTA എക്സിക്യൂട്ടീവ് അംഗം പ്രിന്റു സനീഷ്, അധ്യാപകരായ ശൈലജ KP, സ്മിത വർഗീസ്, ആൽബിൻ ജോർജ് എന്നിവർ പങ്കെടുത്തു. രാഷ്ട്രീയ പ്രമുഖരായ CPI ലോക്കൽ സെക്രട്ടറി MP സണ്ണി, CPM ഏരിയ കമ്മിറ്റി അംഗം PP സണ്ണി, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അനുഷൽ കുളമാവ് എന്നിവർ
എല്ലാ പിന്തുണയും നൽകി രംഗത്തെത്തി. സീനിയർ അസിസ്റ്റന്റ് KP ശൈലജ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കുളമാവ്. വഴുത്തല തൃക്കേക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിലെ ദേവപ്രശ്ന പരിഹാര ക്രിയകളും ബാലാലയ പ്രതിഷ്ഠയും ജൂലൈ 13, 14, 15 തീയതികളിൽ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാവനാട് പരമേശ്വരൻ നമ്പൂതിരിയുടെയും ബ്രാഹ്മണ ശ്രേഷ്ഠരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന പരിഹാര ക്രിയകളിലും നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്ന ബാലാലയ പ്രതിഷ്ഠയിലും മുഴുവൻ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. തൃക്കേക്കുന്ന മഹാദേവ ക്ഷേത്രത്തിലെ ദേവപ്രശ്ന പരിഹാര ക്രിയകളും ബാലാലയ പ്രതിഷ്ഠയും ജൂലൈ 13, 14, 15 തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാവനാട് പരമേശ്വരൻ നമ്പൂതിരിയും ബ്രാഹ്മണ ശ്രേഷ്ഠരും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പരിഹാര ക്രിയകൾക്കും നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്ന ബാലാലയ പ്രതിഷ്ഠയിലും മുഴുവൻ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്നും ക്ഷേത്രം ഭാരവാഹികൾ വ്യക്തമാക്കി. ക്ഷേത്രത്തിൽ നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര ശ്രീകോവിൽ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പരിഹാര ക്രിയകളും ബാലാലയ പ്രതിഷ്ഠയും നടത്തുന്നതെന്ന് ക്ഷേത്രം സെക്രട്ടറി ശ്രീജിത്ത് തുമ്പശ്ശേരിയിൽ അറിയിച്ചു. ജൂലൈ 14 രാവിലെ ഗണപതി ഹോമം, തിലഹോമം, കാലുകഴുകിച്ചൂട്ട്, സായുജ്യ പൂജ, ചതുർശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, 25 കലശം എന്നീ കലശപൂജകളും അഭിഷേകങ്ങളും ശ്രീഭൂതബലിയും ഉണ്ടായിരിക്കും. വൈകിട്ട് ഭഗവതി സേവ നടക്കും. 15 രാവിലെ ഗണപതി ഹോമം, 7:30 മുതലുള്ള മുഹൂർത്തത്തിൽ ബാലാലയ പ്രതിഷ്ഠ നടക്കും. തുടർന്ന് കലശാഭിഷേകം എന്നിവയാണ് പൂജാകർമ്മങ്ങൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സമസ്ത കേരള ജമുഅത്തുൽ ഉലമയുടെ സെന്റിനറി കോൺഫറൻസിന്റെ ഭാഗമായി കോതമംഗലം സോൺ പ്രമേയ സമ്മേളനം സമാപിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി നേതൃത്വം നൽകി. ഇസ്മായിൽ സഖാഫി നെല്ലിക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു. സമസ്ത കേരള ജമുഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ബഷീർ അൽ ഹസനി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെന്റിനറി കോൺഫറൻസിന്റെ ഭാഗമായി നടന്ന പ്രമേയ സമ്മേളനം സമാപിച്ചു. അടിവാട് T&M കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം ഇസ്മായിൽ സഖാഫി നെല്ലിക്കുഴി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്, രാജ്യ സുരക്ഷയ്ക്ക്, രാജ്യത്തിന്റെ സാമൂഹ്യ ക്ഷേമ മുന്നേറ്റങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മദ്രസകൾ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ പ്രകാശപൂരിതമായി നിലനിൽക്കുന്നത്. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്. വലിയ വലിയ പണ്ഡിതന്മാർ. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി നേതൃത്വം നൽകി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ബഷീർ അൽ ഹസനി അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് കോതമംഗലം സോൺ ജനറൽ സെക്രട്ടറി നൂറുദ്ദീൻ വെണ്ടുവഴി സ്വാഗതം ആശംസിച്ചു. സ്വാഗത സംഘം ഫിനാൻസ് സെക്രട്ടറി ഷൗക്കത്ത് സഖാഫി പിടവൂർ നന്ദി രേഖപ്പെടുത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി കോതമംഗലത്ത് നടക്കുന്ന 13ാമത് മഹബത്തു റസൂൽ കോൺഫറൻസിന്റെ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. സമസ്ത കോതമംഗലം മേഖല പ്രസിഡന്റ് ഉസ്മാൻ അഹ്സനി, ബാവാധാരിമി, ഹമീദ് സഖാഫി, അബ്ദുൽ നാസർ ഹിഷാമി എന്നിവർ ആശംസകൾ നേർന്നു. റസ്വിൻ ഹാഷിമി, ഷഫീഖ്, സിറാജ്, നൌഷാദ് മദനി, നജീബ്, അമീർ അഹ്സനി, സുലൈമാൻ മുസ്ലിയാർ പൈമറ്റം, സുഫേൽ, ഫൈസൽ സാദി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഒരേ സ്ഥലത്ത് പഠിക്കാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PSc കോച്ചിംഗ്, ജർമ്മൻ ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, 4 കോഴ്സുകൾ ഒരു കോഴ്സിന്റെ ഫീസിൽ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനവും കരിയർ ഗൈഡൻസും ഉൾപ്പെട്ട ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ ചുവടു ഇന്ന് തന്നെ തുടങ്ങും. Your dream, our mission. Build your future with us. DM now. Online and offline classes available. Global Institute of Abroad Studies. Near Head Post Office, Shakina Complex, Todupuzha. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, ജെം സ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ കളക്ഷനോടൊപ്പം മനോഹരമായ ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകളും.
അനുഭവിച്ചറിയൂ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭൂതി. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862 222 916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, ബിടെക് കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജ് ഏട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 1/4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ്, നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ഉപരിപഠന വിദ്യാഭ്യാസ രംഗത്ത് പീരുമേടിന് മികച്ച വിദ്യാഭ്യാസം നൽകി വരുന്ന പീരുമേട് പാമ്പാർ ശ്രീനാരായണ ട്രസ്റ്റ് ആൻഡ് സയൻസ് കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് സെമിനാർ സംഘടിപ്പിച്ചു. ട്രസ്റ്റ് RDC കൺവീനർ ബിജു മാധവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകി പീരുമേടിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് പീരുമേട് പാമ്പനാർ ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഇതിനുദാഹരണമാണ് കഴിഞ്ഞ അക്കാദമിക് വർഷത്തിൽ കോളേജിലെ വിദ്യാർത്ഥികൾ നേടിയ 3 റാങ്കുകൾ. BComൽ 3ാം വർഷത്തിൽ 3ാം റാങ്ക് നേടിയ ലക്ഷ്മിപ്രിയ, ഇതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ 5ാം റാങ്ക് നേടിയ ബിനിമോൾ ബെന്നി, BA ഇംഗ്ലീഷ് 2ാം വർഷത്തിൽ 6ാം റാങ്ക് നേടിയ A അനില എന്നിവർ കോളേജിന് അഭിമാനമായി. ശ്രീനാരായണ ട്രസ്റ്റിന്റെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊപ്പമുള്ള പ്രവർത്തനങ്ങളിലേക്ക് കോളേജ് ഇനിയും എത്തേണ്ടതുണ്ട്. കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത്. SNDP യോഗം പീരുമേട് യൂണിയൻ ആക്ടിംഗ് പ്രസിഡന്റ് PR രാജൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റും SN ട്രസ്റ്റ് RDC കൺവീനറുമായ ബിജു മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു.
തുടർന്ന് നടന്ന സെമിനാറിൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും അക്കാദമിക് മികവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു. യൂണിയൻ സെക്രട്ടറി കെ.പി. ബിനു, കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് വി. ഷിബു, ഡോക്ടർ ശ്രുതി, സുനീഷ്, രാജേഷ് ലാൽ, അമ്പിളി സുകുമാരൻ, സിന്ധു വിനോദ്, ഷിബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ പേരുമേട് ഏരിയ കമ്മിറ്റിയിലെ വില്ലേജ് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പാമ്പനാർ ഈസ്റ്റ് വില്ലേജ് സമ്മേളനം നടത്തി. കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായ കെ.ബി. സിജിമോൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പീരുമേട് ഏരിയ കമ്മിറ്റിയിലെ വില്ലേജ് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് KSKTU പാമ്പനാർ ഈസ്റ്റ് മേഖലാ സമ്മേളനം പീരുമേട് പാമ്പനാർ മൂക്കരത്താൻ വളവിലെ KA രാജൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് സംഘടിപ്പിച്ചത്. പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം സമ്മേളനം KSKTU ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായ കെ.ബി. സിജിമോൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് അബീഷ്, ഏരിയ കമ്മിറ്റി അംഗം TK മോഹനൻ, CP ബാബു തുടങ്ങിയവർ മേഖലാ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. KSKTU പാമ്പനാർ ഈസ്റ്റ് മേഖലാ പ്രസിഡന്റായി R. ബാലകൃഷ്ണൻ, വനിതാ സബ് കമ്മിറ്റി കൺവീനറായി അനിത, ജോയിന്റ് സെക്രട്ടറിയായി സജിനി രാജൻ, വൈസ് പ്രസിഡന്റായി രാജ്കുമാർ എന്നിവരെ സമ്മേളനത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. KSKTUവിന്റെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. നിരവധി വ്യക്തികൾ യോഗത്തിൽ ആശംസകൾ നേർന്ന് സംസാരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട്. അറക്കുളം സെന്റ് മേരീസ് സൺഡേ സ്കൂളിൽ മെറിറ്റ് ഡേയും വാർഷികാഘോഷവും വർണ്ണാഭമായി നടത്തി. വികാരി റവറന്റ് ഫാദർ മൈക്കിൾ കിഴക്കേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗം ഫാദർ സ്റ്റാൻലിൻ ചെല്ലിയിൽ ഉദ്ഘാടനം ചെയ്തു. സൺഡേ സ്കൂൾ ഡയറക്ടർ റവറന്റ് ഫാദർ ജോർജ് നാറ്റുതൊട്ടിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് അഞ്ജലി അനിൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അറക്കുളം സെന്റ് മേരീസ് സൺഡേ സ്കൂളിൽ മെറിറ്റ് ഡേയും വാർഷികാഘോഷവും വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. ഫാദർ സ്റ്റാൻലി ചെല്ലിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി റവറന്റ് ഫാദർ മൈക്കിൾ കിഴക്കേപ്പറമ്പിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സൺഡേ സ്കൂൾ ഡയറക്ടർ റവറന്റ് ഫാദർ ജോർജ് ഞാറ്റുതൊട്ടിയിൽ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് അഞ്ജലി അനിൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് ബിജു അധികാരത്തിൽ, ഹെഡ്മാസ്റ്റർ AA ബേബി ഐക്യമറ്റം, അധ്യാപകരായ കുരുവിള ജേക്കബ്, ജോഷി T. അലക്സ്, സിസ്റ്റർ ലീന, സിസ്റ്റർ തെരേസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിലും വിവിധ മത്സരങ്ങളിലും മികവ് തെളിയിച്ച കുട്ടികൾക്ക് റവറന്റ് ഫാദർ സ്റ്റാൻലി ചെല്ലിയിൽ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. കുട്ടികൾ ആക്ഷൻ സോങ്, പാട്ട്, സ്കിറ്റ്, ലളിതഗാനം, ഡാൻസ് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളായ ഡെൽവിൻ ജോയുടെ ആയോധന കലാപ്രദർശനം വളരെ ശ്രദ്ധേയമായി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കളറിംഗ് മത്സരത്തിലും ഫോട്ടോഗ്രാഫി മത്സരത്തിലും വിജയികളായ കുട്ടികൾക്ക് റവറന്റ് ഫാദർ ജോർജ് ഞാറ്റുതൊട്ടിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 12ാം ക്ലാസ് പാസ്സായ എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി. തുടർന്ന് മധുര വിതരണവും നടത്തി. സ്കൂൾ ലീഡർ അബിൻ സജി പാണങ്കുന്നേൽ നന്ദി രേഖപ്പെടുത്തി. അധ്യാപകരായ ജിജിമോൻ ആലാനി, ജോബിൻ തോമസ്, റോണി കുളത്തിനാൽ, ജീവൻ മൈലാടൂർ, നോമി സെബാസ്റ്റ്യൻ, സിസിലി നടുപ്പറമ്പിൽ, ജൂവൽ ബിവിൻ, ബീന കുന്നുംപുറത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അറക്കുളം. വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. ശരീരത്തിനും മനസ്സിനും പുതു ഉണർവ് പകരുന്ന പരമ്പരാഗത കർക്കിടക ചികിത്സയ്ക്കായി പാലാ മാർസ്ലീവ മെഡിസിറ്റി ആയുഷ് വിഭാഗം ശരീര ശുദ്ധീകരണം, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ, ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കൽ, സമഗ്ര ആരോഗ്യ സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ടുള്ള പ്രത്യേക ചികിത്സാ പദ്ധതികളാണ് ഒരുക്കിയിരിക്കുന്നത്. സൗകര്യപ്രദമായ ദിവസങ്ങളിലുള്ള വിവിധ പാക്കേജുകൾ ലഭ്യമാണ്. ധാര, സർവാംഗധൂമം, വിരേചനം, നസ്യം, വസ്തി, കിഴി, ഉത്സാദനം, ഔഷധ ഓയിൽ മസാജ് എന്നിവയ്ക്കൊപ്പം വ്യക്തിഗത ഭക്ഷണക്രമ നിർദ്ദേശം, പ്രാണായാമം, യോഗ, കൗൺസിലിംഗ് എന്നിവയും ചികിത്സയുടെ ഭാഗമാക്കുന്നു. പരിചയസമ്പന്നരായ ആയുർവേദ വിദഗ്ധ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും നേതൃത്വത്തിലാണ് ചികിത്സകൾ നടക്കുന്നത്. ആയുഷ് വകുപ്പിൻ നാച്ചുറോപ്പതി, സിദ്ധ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലും ചികിത്സകൾ ലഭ്യമാണ്. ബുക്കിംഗ് ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും മുൻകൂർ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക. ഫോൺ 9188525954. ഇരട്ടയാർ കുളത്തുങ്കൽ KM തോമസ് നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 വീട്ടിൽ ആരംഭിച്ച് ഇരട്ടയാർ സെന്റ് തോമസ് പ്രാണപ്പള്ളിയിൽ. ഭാര്യ ജാൻസി തോമസ് ഉപ്പുതോട് ചാലിൽ കുടുംബാംഗം. മക്കൾ ആരതി തോമസ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എറണാകുളം, എലിസബത്ത് തോമസ്, ആനന്ദ് തോമസ് യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ്. മരുമക്കൾ മാത്യു സ്റ്റീഫൻ കാട്ടുപറമ്പിൽ, CPO കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ, ആഷിക ലിയ ജോയ് കൊച്ചുകുടി കൊച്ചുതോവാള. കുമാരമംഗലം പാറത്തലയ്ക്കൽ PC മാത്യു നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മൈലക്കൊമ്പ് സെന്റ് തോമസ് പ്രാനാപ്പള്ളിയിൽ. ഭാര്യ ആലീസ് മാത്യു ചിലവ് പാറയ്ക്കുന്നേൽ കുടുംബാംഗം. മക്കൾ സ്റ്റെല്ല US, സ്വപ്ന US, ജെയിംസ്, സിസ്റ്റർ സൗമ്യ,
SMMI മൈസൂർ, ബെസ്റ്റിൻ അയർലൻഡ്. മരുമക്കൾ ഷാജി ആലപ്പാട്ട് US, ജോബി വെട്ടുവേലിൽ US, ടിൻഡു പേന്താനത്ത്, മീനു തെക്കേ മണാങ്കനടത്തിൽ അയർലൻഡ്. മുള്ളരിങ്ങാട് പുളിക്കത്തൊട്ടി പുൽപ്പാറയിൽ PJ ജോബിൻസ് നിര്യാതനായി. 45 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് തെന്നത്തൂരിലുള്ള സഹോദരന്റെ വീട്ടിൽ ആരംഭിച്ച് 11:30-ന് പുളിക്കത്തൊട്ടി സെന്റ് മേരീസ് യാക്കോബേസ് സുറിയാനി പള്ളിയിൽ. ഭാര്യ രമ്യ തലക്കോട് എരങ്ങോത്ത് കുടുംബാംഗം. മക്കൾ ജെയ്സൺ, ജെസ്സി, ജിയാനിയ, ജെൻസിൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ MLA എന്ന നിലയിൽ താനും ബാധ്യസ്ഥനാണെന്ന് ഇടുക്കി MLA റോയി കെ പൗലോസ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ വണ്ണപ്പുറം യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഇതോടൊപ്പം നവാഗതർക്ക് സ്വീകരണവും നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം J. സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന കലാസാഹിത്യ സാംസ്കാരികോത്സവം 2026 സമാപിച്ചു. സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കുളമാവ് IHEP ഗവൺമെന്റ് LP സ്കൂളിൽ സ്കൂൾ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. സമസ്ത കേരള ജമുഅത്തുൽ ഉലമയുടെ സെന്റിനറി കോൺഫറൻസിന്റെ ഭാഗമായി നടക്കുന്ന കോതമംഗലം സോൺ പ്രമേയ സമ്മേളനം സമാപിച്ചു. ഇസ്മയിൽ സഖാഫി നെല്ലിക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.